മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വയം എന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിനെ നന്നായി സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ മരണം വരെയും ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുട്ടികളുടെ വെക്കേഷൻ പതിയെ പതിയെ അവസാനിക്കുകയാണ്. അഡ്മിഷനുകളുടെ ഒരു സമയമാണ് ഇപ്പോൾ. ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില സംഗതികളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിലൂടെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിന് രണ്ട് തരത്തിലാണ്. ഭൗതിക വിദ്യാഭ്യാസവും മറ്റൊന്ന് മതവിദ്യാഭ്യാസവും. ഇവ രണ്ടിൻ്റെയും ഒരു താരതമ്യം നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ മതവിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ കഴിയും. മദ്രസകളിൽ മുമ്പ് കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ന മദ്രസ എന്നൊന്നും വ്യത്യാസമില്ല. പൊതുവെ അഡ്മിഷനുകൾ ഓരോ വർഷം തോറും കുറഞ്ഞു വരികയാണ്. സ്കൂളുകളിൽ തിക്കും തിരക്കുമാണ്. പോരാത്തതിന് നമ്മൾ കുട്ടികളെ ട്യൂഷൻ അയക്കുന്നുണ്ട്. ഏത് വിദ്യാഭ്യാസമാണ് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും നല്ലത് എന്ന് നമ്മൾ പഠനം നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വൈരുദ്ധ്യം എന്ന് മുസ്ലിം സമൂഹത്തിലെ രക്ഷിതാക്കൾ നല്ല രൂപത്തിൽ ചിന്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മതവിദ്യാഭ്യാസം നിലച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭൗതിക വിദ്യാഭ്യാസം കുട്ടികൾ നേടണ്ടേ? ഭൗതിക വിദ്യാഭ്യാസത്തിലെ ഏറ്റവും ഉന്നതമായ മേഖലകളിൽ നമ്മളുടെയൊക്കെ കുട്ടികൾ എത്തണം. ഈ സമൂഹത്തെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നതിന് അപ്പുറത്തേക്ക് സമൂഹത്തിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനില്ല. അതിനേക്കാൾ വലിയ ഒരു നിക്ഷേപമില്ല. കാരണം തലമുറകൾക്ക് വേണ്ടിയാണ് ആ ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ എത്ര ഉന്നതമായ ശ്രേണികളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ സാധ്യമാകുമോ അത്രമാത്രം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാവണം. നമ്മളൊരു 19 കൊല്ലം മുൻപിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടു കൂടി നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാകുന്നതിന് നമ്മൾ പരിശ്രമിക്കണം. അതിന് നമ്മളുടെ സമ്പാദ്യം വിനിയോഗിക്കണം, നമ്മുടെ എഫേർട്ടുകൾ വിനിയോഗിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അലംഭാവം. മതവിദ്യാഭ്യാസത്തിന് ഒരൽപ്പം പണം ചെലവഴിക്കാൻ, ഭൗതിക വിദ്യാഭ്യാസത്തിന് നമ്മൾ വലിയ സംഖ്യകളാണ് ചെലവഴിക്കുന്നത്. താരതമ്യേന അതിന്റെയൊക്കെ എത്രയോ താഴെ നിൽക്കുന്ന ഒരു വിലയാണ് ഇന്ന് മതവിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ അതുപോലും നൽകുവാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് സാമൂഹിക സ്ഥിതി മാറുന്നുണ്ട്. അത് നമ്മളുടെ കുട്ടികളുടെ
മതകീയമായ സംസ്കൃതിയെ നന്നായി ബാധിക്കുകയും അത് നാളെ മറ്റന്നാൾ നമ്മളുടെ സമൂഹത്തിൽ അതിന്റെ അനുരണനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ നോക്കി ഓതാൻ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന വേളകളിലുള്ള പ്രാർത്ഥനകൾ പഠിക്കാൻ, വുദു എടുക്കാൻ, അതിന്റെ പ്രാർത്ഥനകളുടെ അർത്ഥം പഠിക്കുക, ഇത് മാത്രമല്ല. മതവിദ്യാഭ്യാസത്തിൽ നമ്മൾ മദ്രസകളിൽ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല ജാതി മതമില്ലാത്ത ആളുകൾ, പല ഇസത്തിന്റെ ആളുകൾ, പ്രത്യയ ശാസ്ത്രങ്ങളുടെ ആളുകൾ ഒക്കെ നമ്മളുടെ കുട്ടികളുടെ കൂട്ടുകാരാണ്. അവരുമായി നല്ല സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും നമ്മൾ കഴിഞ്ഞുകൂടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ ആദർശവും നമ്മുടെ മതവും കളഞ്ഞു കുളിച്ചിട്ട് ഒരു സൗഹാർദ്ദമോ ഒന്നുമില്ല. നമ്മുടെ ഈ നാട് എല്ലാ ആളുകൾക്കും അവരിച്ഛിക്കുന്ന ഇസങ്ങളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ മതങ്ങളെയോ കുലുക്കി ജീവിക്കുവാനുള്ള, ആ ഇസങ്ങളെയും പ്രത്യയശാസ്ത്രങ്ങളെയും മതങ്ങളെയും ആദർശങ്ങളെയും പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ്. അപ്പൊ ഇസ്ലാമിനെ കൃത്യമായി പഠിക്കുകയും ഇസ്ലാമിന്റെ മഹത്വം അറിയുകയും ഇസ്ലാമിന്റെ ആദർശം വ്യക്തമായി മനസ്സിലാക്കുകയും തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കുകയും ശിർക്കിന്റെ ഗൗരവം എന്താണെന്ന് ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പലവക സംസ്കാരത്തിലേക്കാണ് നമ്മളുടെ കുട്ടികൾ പിന്നെ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അവിടെ നമ്മളുടെ മക്കൾ സന്മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൻആമിലെ 116ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ് യദില്ലൂക അൻ സബീലില്ലാഹ് വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്, ഭൂരിഭാഗത്തെയാണ് നീ അനുസരിക്കുന്നത് എങ്കിൽ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പ്രത്യേകമായ ഒരാദർശമൊന്നുമില്ല, നാട്ടിൽ ജീവിക്കണം, കുറെ ആളുകളുടെ കൂടെ, കുറെ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ കൂടെ കൂട്ടുകാരായിട്ട്. ഭൂരിഭാഗം ആളുകൾ എന്താണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾ എന്തു ചെയ്യുന്നുവോ അതനുസരിച്ച് താൻ പ്രവർത്തിക്കുന്നു. കാരണം അവന് ചെറുപ്പത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വിശ്വസിക്കേണ്ടത്, എന്തിനാണ് ഗൗരവം കാണിക്കേണ്ടത്, എന്താണ് അരുതാത്തത് എന്നുള്ള ബോധനം അവന് ലഭ്യമായിട്ടില്ല. പിന്നീട് എന്താണ്, എല്ലാവരും എന്തു ചെയ്യുന്നുവോ, തന്റെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകൾ ആരാണോ, ഹൈന്ദവരാണോ ക്രൈസ്തവരാണോ, തന്റെ കൂട്ടുകാരാരാണോ, അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അത് തന്നെയാണ് അവന്റെ മതം. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽമറു അലാ ദീനി ഖലീലി, ഒരു മനുഷ്യന്റെ മതം എന്ന് പറയുന്നത് അവന്റെ സുഹൃത്തിന്റെ മതമാണ്. അതുകൊണ്ട് നിങ്ങൾ തെരഞ്ഞെടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഭൂരിഭാഗം ആളുകളെയാണ് നീ പിൻപറ്റുന്നത് എന്നുണ്ടെങ്കിൽ, മനുഷ്യ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളെ പിൻപറ്റിയേക്കാം എന്നാണ് നിന്റെ വെപ്പ് എന്നുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ വഴിപിഴപ്പിക്കുന്നതാണ്. അവർ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല. പ്രമാണബദ്ധമായ ഒരു വേദഗ്രന്ഥത്തെയോ പ്രമാണബദ്ധമായ ഒരു നേതൃത്വത്തെയോ അതല്ലെങ്കിൽ ഒരു മതത്തെയോ അല്ല ബഹുഭൂരിഭാഗം വരുന്ന ആളുകളും പിൻപറ്റുന്നത്. ഊഹത്തെയാണ്. ഇങ്ങനെ ചെയ്യുന്നതല്ലേ ശരി, അതായിരിക്കുകയില്ലേ ശരി, ഇതിലെന്താ കുഴപ്പം, നമ്മൾ പുരോഗമിച്ച വർഗമല്ലേ എന്നുള്ള
തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്ന് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കും. ബഹുഭൂരിപക്ഷത്തെയാണ് നീ പിൻപറ്റുന്നത് എങ്കിൽ അനുമാനങ്ങളെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. അത് അനുമാനങ്ങൾ മാത്രമാണ്. പക്ഷേ സഹോദരന്മാരെ, അനുമാനങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടുന്ന ആളുകളല്ല മുസ്ലിമീങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ഭരണഘടനയുണ്ട്, പരിശുദ്ധ ഖുർആനുണ്ട്. ശരിയേതാണ് എന്ന് വ്യക്തമാണ്, തെറ്റേതാണ് എന്ന് വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ ആ പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായി കൊണ്ട് ജീവിച്ച് കാണിച്ചതിൽ നിന്ന് കൃത്യമാണ്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹറാം എന്താണ്, ഹലാൽ എന്താണ് എന്നുള്ളത് വ്യതിരിക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട് പടച്ച തമ്പുരാൻ. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതം. അതുകൊണ്ട് അതിനെ ചെറുപ്പത്തിൽ തന്നെ, ഈ ആദർശത്തെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു തപ്പിത്തടയിലുണ്ടാവും. ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെ പ്രവർത്തിക്കണം, കൂടെ കൂടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ ഒരു ഹദീസ്, ലാ തകുൻ ഇമ്മഅ. നിങ്ങൾ കൂടെ കൂടികളാവരുത്, നിങ്ങൾ. ലാ തകുൻ ഇമ്മഅതൻ. മഅ എന്ന് പറഞ്ഞാൽ കൂടെ കൂടികളാവരുത് എന്ന് വെച്ചാൽ കുട്ടികൾ രക്ഷിതാക്കളുടെയൊക്കെ പിടുത്തത്തിൽ നിന്ന് മാറിയിട്ട് അവരുടെ സുഹൃത്തുക്കളുടെ അടുക്കലേക്കാണ് അവർ എത്തിപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ ഓലെന്താ ചെയ്യണത്, ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി, ഓല പരിപാടി എന്താ, അതാണ് നമ്മളെ പരിപാടി. അപ്പൊ എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് തന്റെ മുഴുവൻ അജണ്ടകളെയും നിശ്ചയിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഒരു സത്യവിശ്വാസി ആവരുത്. ലാ തകുൻ ഇമ്മഅ മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉലാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു മുദബ്ദബീന ബൈന ദാലിക. ഇതിന്റെ ഒക്കെ ഇടയിൽ കടന്നിട്ട് ഇങ്ങനെ ആടിക്കളിക്കുകയാണ്. നമ്മളെ നാട്ടിൽ പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ ആ പ്രയോഗം അങ്ങനെ തന്നെ, കോഴി അയലുമ്മൽ കയറിയ പോലെ എന്നാണ്. അങ്ങനെ ഒരു ആദർശമല്ല. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. സുവ്യക്തമാണ്. ഇസ്ലാം പ്രസ്പഷ്ടമാണ്, മുബയ്യിനാണ്. അത് വളരെ കൃത്യമായി വിശ്വാസികളെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ. ഖുർആൻ പറയാണ്, നിങ്ങൾ ആദർശം സ്വീകരിക്കുമ്പോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ള നിലക്ക് ആടിക്കളിക്കുന്ന ആദർശത്തിന്റെ ആളുകളായി മാറുന്നത്. ലാ ഇലാഹ ഉലാഇ അങ്ങോട്ടുമില്ല, വലാ ഇലാഹ ഉലാഇ ഇങ്ങോട്ടുമില്ല. മുദബ്ദബീന ബൈന ദാലിക. ഇതിന്റെ ഇടയിൽ കടന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ ആശങ്കപ്പെടുന്ന ആളുകളായി നമ്മുടെ കുട്ടികൾ ഒരു സന്ദർഭത്തിൽ മാറാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഹലാൽ, എന്താണ് ഹറാം ഒന്നും പോലെ ഒന്ന് അടിച്ചിട്ട്, ഒന്ന് മിനിങ്ങിയിട്ട്, ഒന്ന് കിറുക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകും. ഇല്ല, അവിടെ വ്യക്തമായിട്ട് ഇതൊക്കെ ദീനക്കും വലിയ ദീൻ ഇങ്ങനെ പറയാനുള്ള ഒരു തന്റെ ഇടം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വളർത്തിയെടുക്കണം. അത് മതവിദ്യാഭ്യാസത്തിലൂടെയാണ് കിട്ടുന്നത്. അപ്പൊ എന്ത് തെരഞ്ഞെടുക്കണം എന്നുള്ള ആശങ്കയിലേക്ക് നമ്മളുടെ കുട്ടികൾ ഇന്നല്ലെങ്കിൽ നാളെ എത്തിപ്പെടും. അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസം നമ്മൾ അവർക്ക് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, റബ്ബ് എന്ന ബോധം, മലായിക്കത്തുകളെ ചിന്ത, പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത് എന്തിന്, പ്രവാചകന്മാർ പഠിപ്പിച്ച സുഹൃതങ്ങളും സംസ്കൃതികളും എന്താണ്, ഇത് അടിയുറച്ച ഒരു ബോധം നമ്മളുടെ കുട്ടികളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ കുട്ടികൾ തെന്നിമാറാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം ഇന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ തനത് ശൈലിയിൽ
നമ്മുടെ കേരളക്കരയിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ അതിന്റെ വ്യതിരിക്തത നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ ഒരു വ്യതിരിക്തത മനസ്സിലാക്കണം. മതവിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നത് കൊണ്ടുള്ള നല്ല ഗുണം ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പുറകോട്ട് പോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ ചോദിക്കണം, മനുവ ഖാനിതുൻ അലാ അല്ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറഹ വയർജു റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. ആശങ്ക നിറഞ്ഞ ഒരു ജീവിതമാണോ ഒരു മനുഷ്യന് വേണ്ടത്, ഒരു കുട്ടിക്ക് വേണ്ടത്, ഒരു കൗമാരപ്രായക്കാരൻ ഉണ്ടാവേണ്ടത്? അതല്ല അമ്മൻ വഖാനിതുൻ, അതല്ല അവൻ കീഴ്വണങ്ങുന്നവനാണ്. ആനാ അല്ലൈലി, രാത്രി വേളകളിൽ സാജിദൻ സുജൂദ് ചെയ്തുകൊണ്ട്, വഖായിമൻ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നവരുമാണ്, യഹ്ദറുൽ ആഖിറ അവൻ പരലോകത്തെ ഭയപ്പെടുന്നവനാണ്, വയർജൂ അവൻ ആഗ്രഹിക്കുന്നു റഹ്മത റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ കാരുണ്യം കിട്ടണം എന്ന് അവൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് ഖുർആൻ ചോദിക്കുകയാണ്, ഖുൽ പ്രവാചകരെ ചോദിക്കണം മനുഷ്യരോട്, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? മതവിദ്യാഭ്യാസം നേടിയ ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നതും മതവിദ്യാഭ്യാസം നേടാത്ത ഒരു കുട്ടി പുറത്തേക്ക് പോകുന്നതും രണ്ടും രണ്ടാണ്. വിദ്യാഭ്യാസം, മതകീയമായ വിദ്യാഭ്യാസം കിട്ടിയവന്റെ ഉള്ളിൽ അടിസ്ഥാനപരമായ ഹലാലുണ്ട്, ഹറാമുണ്ട്, ഹഖുണ്ട്, ബാത്തിലുണ്ട്. ഇതൊന്നും കിട്ടാത്തവനും സമമാകുമോ? ഇന്നമായ തദക്കറൂലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകളാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളതാണ് പടച്ച തമ്പുരാനെ സംബന്ധിച്ചുള്ള ഒരു പേടി. എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മത, ഇബാദത്തുകളിൽ ഉണ്ടാകുന്ന താല്പര്യം, പരലോകത്തെ പറ്റിയുള്ള ഒരു ജാഗ്രത. ഇതൊന്നും കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വലുതായാൽ നമ്മുടെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസം ചെറുപ്പത്തിൽ അവരുടെ ഖൽബിൽ ഉണ്ടായിരിക്കണം. അത് പ്രതിഷ്ഠിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു, ഒരു സദസ്സിൽ നിങ്ങൾ സൗകര്യം ചെയ്യൂ എന്ന് പറയപ്പെട്ടാൽ, ഫിൽ മജാലിസി, ഒരു സദസ്സിൽ, ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾ എല്ലാവരും പരസ്പരം സൗകര്യപ്പെടുത്തി കൊടുക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരും. വഇദാ ഖീല ഇൻഷുസു ഫൻഷുസു, നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയപ്പെട്ടാൽ നിങ്ങൾ ഇറങ്ങി പോന്നുകൊള്ളുക. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് മുഅ്മിനുകളായ ഈമാനുള്ള ആളുകൾക്കും, വല്ലദീന ഊതുൽ ഇൽമ അറിവ് നൽകപ്പെട്ട ആളുകൾക്കും, ദറജാത് അല്ലാഹു സുബ്ഹാനഹു വ തആല പദവികൾ വർദ്ധിപ്പിക്കുന്നതാണ്. അറിവുള്ള ആളുകൾക്ക് പദവികൾ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ തന്റെ ആദർശത്തെ സംബന്ധിച്ചുള്ള അറിവ് ലഭ്യമാവുക എന്നുള്ളത് അതിനേക്കാൾ പ്രധാനമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ള ആളുകൾക്ക് അല്ലാഹുവിനെ പേടിക്കാൻ കഴിയുള്ളൂ. കാരണം എന്താണ് അല്ലാഹ്, എന്താണ് പ്രകൃതി, എന്തിനാണ് പടച്ചതമ്പുരാൻ ഈ പ്രകൃതിയെ, ഈ ഭൂഗോളങ്ങളെ മനുഷ്യർക്ക് വേണ്ടി, ഭൂമിയിലുള്ള ആളുകൾക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നത് എന്തിനാണ്? പടച്ചതമ്പുരാന്റെ സിബുകത്ത് എന്താണ്? അല്ലാഹു പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പക്കപ്പം ഉത്തരം നൽകാത്തത്? എന്തുകൊണ്ടാണ് അല്ലാഹുവിനെ ധിക്കരിക്കരുത് എന്ന് പറയുന്നത്? എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിലും ധിക്കരിക്കരുത് എന്ന് പറയുന്നത്? നോക്കണം, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നുമല്ല നമുക്ക് നമ്മുടെ ശരീരം കിട്ടിയത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണോ കണ്ണ്, കാല്, എന്തെന്തെല്ലാം അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത എണ്ണിയാലൊടുങ്ങാത്ത അസംഖ്യമായ അനുഭൂതികൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ ലോകത്ത് വെച്ച് നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. ഇത് ഏതെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയതാണോ? എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിലേതെങ്കിലും ഒന്നിനൊരു ചെറിയ ഭംഗം വന്നാൽ, കുറച്ച് കമ്മി വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പരാതി നൽകുകയാണ്. പ്രാർത്ഥിക്കാതെ കോരി നൽകിയവനാണ്, ധാരാളമായി നൽകിയവനാണ് പടച്ച തമ്പുരാൻ. ഈ അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ശൈലിയെയും സംബന്ധിച്ചുള്ള ബോധ്യമില്ലാത്ത മനുഷ്യരാണ്, കുട്ടികളാണ് നവനാസ്തികതയിലേക്ക് പോകുന്നത്, ദൈവമില്ല എന്ന് പറയുന്നത്. ഇങ്ങനെ അപകടകരമായ ഒരുപാട് ആദർശങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാണ്. അത് മാത്രമല്ല, നമ്മളുടെ മക്കൾ, നമ്മൾ മരിച്ചു പോയാൽ വിജ്ഞാനമുള്ള ആളുകൾ മാത്രമാണ്. മരിച്ചു പോയാലും നമുക്ക് 3 കാര്യങ്ങൾ മരിച്ചു പോയാലും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഹദീസാണ്. പക്ഷേ അതിനും നമ്മളുടെ കുട്ടികൾ അതിലൊന്ന് പറഞ്ഞത്, ഇദാ മാത ഇബ്നു ആദം ഇൻഖത അമലു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു. ഇല്ലാ മിൻ സലാത്ത്, 3 കാര്യങ്ങളല്ലാതെ. സദഖത്തുൻ ജാരിയ, ജാരിയയായ സദഖ, വഇൽമുൻ യുൻതഫഉ ബി, ഉപകാരപ്രദമായ അറിവ് അത് അവൻ പകർന്നു നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ മരിച്ചു പോയാലും ആ അറിവനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അവന്റെ ഖബറിലേക്ക് വരുമെന്നാണ്. മറ്റൊന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളാണ്. മക്കള് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോയാലും അതിന്റെ ഗുണം, അതിന്റെ പുണ്യം, അതിന്റെ പ്രതിഫലം മരിച്ചാലും നിലക്കാത്ത പ്രതിഫലമായി ഖബറിടങ്ങളിലേക്ക് വരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എത്ര മാതാക്കൾ, പിതാക്കൾ മരണപ്പെട്ടു, എത്ര മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരാഴ്ച, ഒരു മാസം, ഒരു കൊല്ലം, 2-3 കൊല്ലം കഴിഞ്ഞു, മറവിയുടെ ചക്രവാളങ്ങളിലേക്ക് എല്ലാം ലയിച്ചു ചേർന്നു. പിന്നെ മാതാവിനെ ഓർമ്മയില്ല, പിതാവിനെ ഓർമ്മയില്ല. മക്കളെ എപ്പോഴെങ്കിലും ഓർത്തെങ്കിലായി, പ്രാർത്ഥനകളില്ല. പക്ഷെ അങ്ങനല്ല. മതവിദ്യാഭ്യാസം നേടിയ ഒരു കുട്ടി, മാതാവിനെ സംബന്ധിച്ച് ബോധമുള്ള കുട്ടി, പിതാവിനെ സംബന്ധിച്ച് ബോധമുള്ള ഒരു കുട്ടി, അവന്റെ ഒരു റൂട്ടീൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. അവന്റെ 5 വക്ത് നമസ്കാരങ്ങളിൽ ഓരോ നമസ്കാരം കഴിയുമ്പോഴും ഒരു പ്രത്യേകമായ സമയം അവൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും. അത് മരിച്ചുപോയ തന്റെ മാതാവിനുള്ളതാണ്, പിതാവിനുള്ളതാണ്. അല്ലാഹുവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അല്ലാഹുവിനോട് ഇരുകരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു പറയാണ്, ഒരു മനുഷ്യന് അവന്റെ ബുലൂഗ് എത്തി, അവന്റെ പ്രായപൂർത്തി എത്തി, 40 വയസ്സ് പ്രായമെത്തി, അവൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, നല്ല മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, എനിക്ക് ഈ ഭൂമി ലോകത്ത് പ്രചോദനമേകണേ റബ്ബേ. അന്നശ്കുറ നിഅമതക, നീ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ തന്നെ ശുക്ർ ചെയ്യുവാൻ, നന്ദി ചെയ്യുവാൻ. അല്ലതി അൻഅംത അലയ്യ, നീ എന്നിൽ ചെയ്തിട്ടുള്ള നിഅമത്തുകൾ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹങ്ങൾ. വഅന്നഅമല സാലിഹൻ, ധാരാളം സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നതിനും. തിർദാഹു റബ്ബേ, നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള വാസിലിഹ്നി, പടച്ച തമ്പുരാനെ, ഫീ ദുരിയതി, എന്റെ ദുരിയത്തിന്റെ, എന്റെ കുട്ടികളുടെ കാര്യത്തിൽ നീ നന്മയുണ്ടാക്കണേ. നീ തുബുതുയിലേക്ക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് റബ്ബേ. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഇത് വളരെ പ്രധാനമാണ്. എവിടെ ചെന്നാലും ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള ഒരു ബോധം. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അവൻ കള്ളുപിടിക്കൂല, അവൻ പെണ്ണ് പിടിക്കൂല, പലിശ വാങ്ങൂല, ഹറാമായത് ചെയ്യൂല. എല്ലാരോടും ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയാനുള്ള ത്രാണി കുട്ടികൾ കാണിക്കണം.
കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ബോധ്യം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ നമുക്ക് വേണോ? അള്ളാഹ് ചോദിക്കാണ്. ഇങ്ങനെ നല്ല ബോധമുള്ള ഒരു കുട്ടി ഒരു ഭാഗത്തും ഒരു ബോധമില്ലാതെ കളിച്ചു ചിരിച്ച് ഓനെന്താ പറയണേ, അവനെവിടേക്കാ വിളിക്കുന്നത്, അവനെന്താ ചെയ്യുന്നത്, അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂടുന്ന ഒരു ഇമ്മത്തായിട്ട് നമ്മളുടെ കുട്ടി മാറണം. അള്ളാന്റെ ചോദ്യമാണ്. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ. അത്തരത്തിലുള്ള ആളുകൾ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ, നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലൂ, അവർ പ്രവർത്തിച്ചിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ നാം സ്വീകരിക്കുക തന്നെ ചെയ്യും. അവരുടെ പാപങ്ങൾ, അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. അവൻ സ്വർഗത്തിന്റെ ആളാണ്. അല്ലാഹു പറയണം, അവൻ സ്വർഗത്തിന്റെ ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വാഗ്ദത്തം നൽകിയതാണ്, നാം നിങ്ങൾക്ക് സ്വർഗം നൽകുമെന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ കുട്ടികളുടെ മനസ്സിന്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ തന്നെ അല്ലാഹു, പ്രവാചകന്മാർ, മലായികത്ത്, പരലോകം, തൗഹീദ്, ശിർക്ക് ഇതൊക്കെ വ്യവച്ഛേദിച്ച് അറിയാനുള്ള ഒരു ബോധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടികള് കളിച്ചാല് ഇത്ര വരെ കളിക്കുള്ളൂ എന്ന് ഉറപ്പിക്കാൻ നമുക്ക്. ഒരു പരിധി വിട്ടിട്ടുള്ള ഒരു കളി ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ കുട്ടികള് ഇപ്പോ പരിധി വിട്ട കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അപകടകരമായ വാർത്തകളാണ്. ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്, വളരെ അപകടകരമായ റിപ്പോർട്ടുകൾ. നാട്ടിലെ ഏജൻസികളും ഹോസ്പിറ്റലുകളും അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലും എന്നല്ല പറഞ്ഞാൽ, അങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ, ഒരു പ്രത്യേകമായ ആപ്ലിക്കേഷൻ തുറക്കുന്നു. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി, അവരുടെ ഡാറ്റകൾ കൊടുക്കുകയും അവരുടെ പ്രശ്നം എന്നതാണ് പറയുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാളും അറിയാതെ, ഇന്ത്യയിൽ എവിടെയും, ഇന്ത്യയിൽ നടക്കുന്ന സംഗതിയെ സംബന്ധിച്ചാണ് ഞാൻ പറയേണ്ടത്. ലോകം എവിടെയാണ് എത്തി നിൽക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കുട്ടികൾ ഈ ആപ്ലിക്കേഷൻ, അതായത് വ്യഭിചരിച്ചിട്ട് ഗർഭിണിയായ ഒരു പെൺകുട്ടി ഭയപ്പെടേണ്ട, അവർക്ക് വേണ്ടിയിട്ടുള്ള ആപ്പാണ്. അവരവരുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. ഡീറ്റെയിൽസ് കൊടുത്താൽ അതും പേഴ്സണൽ ഡീറ്റെയിൽസ് വേണ്ട ആവശ്യമില്ല. ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിളി വരും. നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ ലൊക്കാലിറ്റി ഞങ്ങൾ ചെക്ക് ചെയ്തു, ഓക്കെ, നിങ്ങളുടെ അഭിപ്രായമാണ്, പെരിന്തൽമണ്ണയിലുള്ള ഇന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയിക്കോളൂ, അവിടെ ക്യൂ നിൽക്കണ്ട, വരി നിൽക്കണ്ട, OP ടിക്കറ്റ് എടുക്കണ്ട, ഡോക്ടറുടെ പേര് പറഞ്ഞു തരും, നേരെ ഡോക്ടറുടെ അടുക്കലേക്ക് പോവുക, കാര്യങ്ങൾ ചെയ്യുക, തിരിച്ചു പോരുക. പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണ്ട. രക്ഷിതാക്കളെ കൂട്ടി വരണം എന്നൊരു ഹോസ്പിറ്റലും പറയില്ല. അത്തരത്തിലുള്ള സംവിധാനമാണ് നമ്മളുടെ ആധുനിക ലോകത്ത് നമ്മളുടെ കുട്ടികൾക്ക് ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. ലോകതാണ്. ഇവിടുന്നൊക്കെ കുറെ പുരോഗമിക്കൂട്ടോ. ഇപ്പൊ അത്രേ ഉള്ളൂ. ലോകം ഇതാണ്. ഈ ഒരു ലോകത്ത് നമ്മൾ കൺട്രോൾ ചെയ്താലൊന്നും നിൽക്കാത്ത ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഹക്ക്, ബാത്തിൽ, ഹറാമ്, ഹലാല്, ശിർക്ക്, തൗഹീദ്, പടച്ച തമ്പുരാൻ, പരലോകം, ആഖിറത്ത്, ആഖിറത്തിലെ രക്ഷാശിക്ഷകൾ, ഈ ബോധ്യം ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ്. എന്തും കൈവെള്ളയിൽ കിട്ടുന്ന ഒരവസ്ഥയിൽ ലോകം പുരോഗമിച്ചപ്പോ വലിയ വില നമ്മൾ അതിന് നൽകേണ്ടി വരും. അതുകൊണ്ടാണ് മതവിദ്യാഭ്യാസം പ്രധാനമാണ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. والصلاة والسلام على رسول الكريم وعلى آله وصحابه أجمعين. أما بعد، فأيها الناس أوصيكم عباد الله وإياي بتقوى الله. أن يصوم ويصوم
പ്രതീക്ഷയോടുകൂടി ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നിട്ടുള്ള സകലമായ പാപങ്ങളും അല്ലാഹുവേ നീ പുറത്തു പരിഹരിച്ച് മാപ്പാക്കി തരണേ. പടച്ചതമ്പുരാനെ നിന്നെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു പാപവുമില്ലാതെ ഋജുമാനസനായി ഹനീഫായി നിന്റെ മുമ്പിൽ നിൽക്കാൻ സാധ്യമാകുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മരണം സംഭവിക്കുന്നത് ഞങ്ങൾ തെറ്റിന്റെ വാഹകരായി നിൽക്കുന്ന സന്ദർഭത്തിലല്ലാതെ ഞങ്ങളുടെ ഏറ്റവും ഈമാൻ ശക്തമായി നിൽക്കുകയും ഞങ്ങളുടെ തൗബ നീ സ്വീകരിച്ചിരിക്കുകയും ഞങ്ങളുടെ ഇസ്തിഗ്ഫാറുകളെല്ലാം നീ കബൂൽ ചെയ്യുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ ഈമാനിന്റെ പരമകാഷ്ഠയിൽ നിൽക്കുന്ന ഒരു വേളയിൽ, ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന വേളയിൽ, ഈമാനിന്റെ മുനിഞ്ഞു കത്തുന്ന പ്രകാശം ഞങ്ങളുടെയൊക്കെ കൽബിലുണ്ടായിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹുവേ നീ മരണം, ഞങ്ങളുടെ മരണം, ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്ന ഒരവസ്ഥ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ പ്രദാനം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, തെറ്റുകൾ കുമിഞ്ഞുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ തൗബയൊന്നും നീ സ്വീകരിക്കാത്ത ഒരു വേളയിൽ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറുകളൊന്നും നീ പരിഗണിച്ചിട്ടില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ മരണം സംഭവിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുകയാണെങ്കിൽ അല്ലാഹുവേ നിന്റെ നരകാഗ്നിയിലേക്ക് പോകേണ്ടി വരും. അല്ലാഹുവേ, ഞങ്ങളെ നീ അത്തരം ഒരവസ്ഥയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികൾ അവരുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിൽ നീ വഴി തിരിച്ചു വിടണമേ തമ്പുരാനെ. അവരിൽ നിന്ന് രക്ഷിതാക്കളായ ഞങ്ങൾക്ക് കൺകുളിർമ കിട്ടുന്നതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ കുട്ടികളെ ഏറ്റവും അഭ്യുന്നതിയിലെത്താൻ അല്ലാഹുവേ നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നാടിന്റെ ഭാവി ഈ നാട്ടിലെ കുട്ടികളാണ്. അവർക്ക് മതപരമായി ഭൗതികമായി ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകണേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ ബുദ്ധി കൂർമ്മത നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ നാടിന് നിനക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ മക്കളെ ഏറ്റവും നല്ല മക്കളായി വളർത്തുക എന്നുള്ളതാണ്. അല്ലാഹുവേ, ഞങ്ങൾ രക്ഷിതാക്കളെ അതിന് നീ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദി അൽ ഹജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد وقوموا للصلاة.